ഹായ് ഗേസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോടണ്ടിയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വരാട്ടോ. അപ്പോൾ ഇതവിടെ ഇത് ഓഫ് റോഡാണ്. ഇത് കയറിയിട്ടാണ് നമുക്ക് പോകുന്നത്. വണ്ടിയൊക്കെ അവിടെ സൈഡാക്കിയിട്ടുണ്ട്. എല്ലാവരും കോട്ടൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടൊക്കെ അടിപൊളി കാഴ്ച കേട്ടോ. എന്നിട്ട് നോക്കാം, അതിങ്ങനെ മല മൂടി വരുന്നുണ്ട് കോട. പറപ്പിച്ചേ അടിപൊളി കോടൊക്കെ ഉണ്ട് കേട്ടോ. അയ്യൂരൊക്കെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വടിയും കുറ്റി ഒക്കെ നടക്കണു സംഭവട്ടാ. കണ്ടമാനം കയറാണ്ട് ഒരു 3 കിലോമീറ്റർ. ഓരോരുത്തർ കുഴങ്ങിക്കണു. കയറി നോക്കട്ടെ. ഞാൻ അതിൻ്റെ മേലെ പോയി കിട്ടേണ്ട കാഴ്ച എന്താന്നുള്ള അറിയില്ല. എന്താ അതൊക്കെ ഇവ എടുത്തിട്ട് ഞാൻ കാര്യം ജഡ്ജായി പോരുമില്ല. എനിക്ക് ബാബാന്റെ വണ്ടി ഏസിട്ട് പോകാറുണ്ട്. അതിൽ ഏസി ഒന്നുമില്ല. എല്ലാവരും നടക്കണേ. ഇനി നടക്കാൻ വേണ്ടി ഇവിടെ റിസോർട്ടിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നല്ല കാഴ്ചയായിക്കോട്ടെ. റിസോർട്ടിൽ നിന്ന് കോടമഞ്ഞ് കൊണ്ട് മൂടിയ മലകൾ, പച്ചപ്പ് മൂടിയ മലകൾ. ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി ഇതിലെങ്ങനെ കയറിയൊക്കെ അതുകൊണ്ട് ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുപോകാം. ഇനി ഇതിലെങ്ങനെ കയറുക. ഇനി ഓഫ് റോഡാട്ടോ, ഫുൾ ഓഫ് റോഡ്. വയർത്തു കയറിയില്ലേ, രണ്ടണി ആകെ വേർത്തിട്ട് ഹലോ കൊയങ്ങി. അയ്യോ ഒരു നിരപ്പ് കണ്ടൂല. ഇനി ലാസ്റ്റ് എൻഡിലെ ഒരു ചായക്കട ഉണ്ട്. ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും മേലൊക്കെ കയറുക. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അവളുമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല സ്വർഗം പറഞ്ഞതാണ്. എന്താ ഇവ കാണേണ്ട കാഴ്ച. എന്ത് കാഴ്ചയാണ്. അല്ലാത്ത കാഴ്ചല്ല. ഇതാണ് ചാലിയാർ. സർവത്ത് പിടിച്ചൊരു അഭിപ്രായം പറയാം. ഞാൻ അടിയിൽ നിന്ന് എത്രത്തോളം നടക്കണമെങ്കിൽ ഇടങ്ങാറിന്റെ ഒത്തായി വിചാരിച്ചത്. പക്ഷെ മേലെ കയറുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. അവിടെ കണ്ടില്ലേ അടുത്ത സ്പോട്ട്. പക്ഷെ നല്ല വാമന്തേലും മേടിച്ചെന്തെങ്കിലും കയറണമെന്ന് പോരാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീപ്പ് സാധനം അടിയിൽ നിന്ന് വിട്ടുണ്ട് അതിന് പോരാ. നടന്ന് കയറാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്കൊരു ചായയും വെള്ളമൊക്കെ കുടിക്കാം. കടികളൊക്കെ പല ഐറ്റം ഉണ്ട്. ഒക്കെ കുടിച്ച് ഇനി ഈ റൂട്ടിനാണ് നമുക്ക് കയറി പോകേണ്ടത് മേലേക്ക്. യെസ്, എന്നിട്ടിങ്ങനെ കയറിയായിരുന്നു. ഞങ്ങൾ ആസാനാണ് കയറി വരികയാണ്. പാവം കൊയങ്ങിക്കണം. അതിർത്തിയാണ്. ഇപ്പുറം തമിഴ്നാട്, ഇപ്പുറം കേരളം. എല്ലാ അടിയിലല്ല ഇത്. സർവേ കല്ലടാ. പിന്നെന്താ ട്രക്കിങ്ങിന് വണ്ടി ഇതിലേ വരും കേട്ടോ. ഭയങ്കര കിതപ്പ്. ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്.
ആ വെള്ളം കുടിച്ചൊക്കെ പോയിട്ടോ, സർവത്ത് കുടിച്ചീനോ, അതൊക്കെ എവിടെ എത്തി അറിയില്ല. ആണെങ്കിലേ ഒന്നും മണക്കും ഉസാറാവും. എല്ലാവരും മഴ ഇല്ലാത്ത ടൈമിൽ കയറിക്കൊണ്ട് ഓരോരുത്തരവിടെ കയറി അവിടെ ഇരുന്നോട്ടെ ലാസ്റ്റ് പോയിന്റില്. കണ്ടേല് അപ്പൊ നമ്മൾ പ്രശ്നം നീന്തി ലെവല് ആദ്യം എന്നിട്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് പോലെ ഉത്സവം അത് കിഴക്ക് മാറ്റട്ടെ. കൂടെ വരൂ. ആ തണുത്ത് അടിപൊളി. കോടെ വീഡിയോ കിട്ടൂല. കെട്ടുണ്ട് ഇപ്പൊ ഈ കോട പോകും. ഇത് മൂടിക്ക ഫുള്ള് കോട മൂടിയിട്ടാ. ഈ വരുന്നോ കണിത് ഇതാ കോട ഇങ്ങനെ കേറി വരുന്നു. അടിപൊളി ഇങ്ങനെ കേറി വരാണ്. ഇതിന്റെ ടോപ്പത്തെ കാഴ്ച എങ്ങനെ ഉണ്ടായിവാ? ആ പറയാ ഫോട്ടോല്ല വീഡിയോ ചങ്ങായി. ഇതിന്റെ ടോപ്പത്തെ കാഴ്ച നല്ല ഉസാറായിക്കും. വന്നത് ഏതായാലും മോലായി. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആരായാലും ഒരു 5 മണിയാവുമ്പോ 4:30-5 മണിക്കൂടെ എത്തണം. എന്നാലും ഈ കോട ഇങ്ങനെ കേറി വരുന്നൊക്കെ ഇങ്ങനെ കാണാൻ പറ്റൂട്ടാ. എന്താ ഇത് നോക്കണിതാ, ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കോട കേറി വരികയാണ്. ഫുള്ള് ആ ദീമാക്കൊണ്ട് കോട ഇറങ്ങി ഇങ്ങനെ വരുന്നു. എന്താ കാറ്റെന്നോ. ഒരു മഴ ഇറങ്ങിക്കൊണ്ടിരിക്കണം.